കറിക്ക് ആവശ്യമായ ചീര നമുക്കിവിടെ നന്നായിട്ട് അരിഞ്ഞെടുക്കാം. നല്ല ഫ്രഷ് ചീരയാണ് കേട്ടോ, ചുവന്ന ചീരയാണ്, പക്ഷെ നല്ല ഫ്രഷാണ്. കണ്ടോ, അത് ഇലകൾ കണ്ടാൽ നമുക്കറിയാം അത്രയും ഫ്രഷാണ്. ഇപ്പോൾ നമ്മൾ കറിക്ക് ആവശ്യമായ ചീര മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം. നമ്മൾ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് 2 വറ്റൽമുളകിനെ നടുകെ കീറിയതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 ഉള്ളി നടുകെ കീറിയതാണ്, അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കാം. ഇപ്പോൾ ചീരയും ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചീരയ്ക്ക് അധികം വേവില്ല, വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ ചീരയിൽ തന്നെ വെള്ളമുണ്ട്, അത് നന്നായിട്ടങ്ങ് ഇറങ്ങി വന്ന് ചീര വെന്ത് കിട്ടും. ചീരക്കറിയിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചുരുക്കിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 3-4 അല്ലി ചെറിയ ഉള്ളിയും അതുപോലെ 2 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം കുറച്ച് ഒരു 5-6 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് ഇവിടെ പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം കുറവാണ്, കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് അതിനൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചീര ഇലശ്ശേരി എന്നാണ് ഇതിനെ പറയുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒട്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇതിനു മുമ്പ്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീരയിൽ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ആദ്യം കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചീരയിലൊക്കെ പെട്ടെന്ന് ഉപ്പ് പിടിക്കുന്നതാണ്. അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചീര ഇലശ്ശേരി തയ്യാറാണ് ഇവിടെ. പണ്ട് കാലത്ത് ഇലക്കറികളൊക്കെ തയ്യാറാക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ചീര ഇലശ്ശേരി. പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്, ചുവന്ന മുളക് ചേർക്കുന്നില്ല, പരിപ്പ് ചേർക്കുന്നില്ല. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു വിഭവമാണിത്. ഒരു ഇലക്കറിയാണ് ഇത്. നമ്മുടെ അരപ്പ് ഒരുപാട് തിളച്ച് വരണ്ട, ഒന്ന് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചീര ഇലശ്ശേരി ഇവിടെ തയ്യാറാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.